കെ ശശിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി CPM. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നാണ് P.K. ശശിയെ ഒഴിവാക്കിയത്. പാലക്കാട് നടന്ന വിമത കൺവെൻഷനിൽ പങ്കെടുത്തതിന് തൊട്ടു പിന്നാലെയാണ് ശശിക്കെതിരെ നടപടിയെടുത്തത്. ജില്ലാ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് ശശി നടത്തിയത്. ഇതിന് പിന്നാലെയാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന വിവരം പുറത്തുവന്നത്. CPM-ലെ അസംതൃപ്തരുടെ കൂട്ടായ്മയാണ് ഇതെന്നും ആത്മാഭിമാനമുള്ള വിപ്ലവകാരികളുടെ കൺവെൻഷനാണെന്നും P.K. ശശി പറഞ്ഞു. വിമതരുടെ കൺവെൻഷൻ എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടന്നു. നിർബന്ധിതമായ ചില സാഹചര്യങ്ങൾ കൊണ്ടാണ് കൺവെൻഷൻ നടക്കുന്നത്. ഞങ്ങൾ ആഗ്രഹിച്ചതല്ല ഇതെന്നും നിർബന്ധിതമായതാണെന്നും P.K. ശശി വേദിയിൽ പറഞ്ഞു. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ സ്പിരിറ്റ് കേസ് പ്രതിയായി. അതിനെ ചോദ്യം ചെയ്തതിന് വേട്ടയാടി. സർക്കാരിന്റെ ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് തോന്നിവാസം നടത്തി. കള്ളുകുടിച്ചിരിക്കുമ്പോഴാണ് ലോക്കൽ സെക്രട്ടറിയെ തീരുമാനിക്കുന്നത്. സ്പിരിറ്റ് കേസിലെ പ്രതികൾ പാർട്ടിയിലേക്ക് വരുന്നു. ശരിയായ പാർട്ടിക്ക് വേണ്ടി നടപടിയെടുത്തവർ, തരം താഴ്ത്തപ്പെട്ടവർ, ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടവർ എന്നിവരാണ് കൺവെൻഷനിൽ പങ്കെടുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ശരിയായ നിലപാട് സ്വീകരിക്കാൻ, തെറ്റ് തിരുത്താൻ, കള്ളക്കച്ചവടക്കാരുടെ കയ്യിൽ നിന്ന് പാർട്ടിയെ മോചിപ്പിക്കാൻ, സ്പിരിറ്റ് കടത്തുകാരൻ വേണ്ട എന്ന് തീരുമാനിക്കാൻ സംസ്ഥാന നേതൃത്വം തയ്യാറായാൽ ഞങ്ങളെല്ലാം ഈ ചുവന്ന പതാകയിൽ പിടിച്ച് ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഒരു സംശയം വേണ്ട. പക്ഷേ തിരുത്താൻ തയ്യാറാവും. പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിനെതിരെ രൂക്ഷ വിമർശനമാണ് ശശി നടത്തിയത്. ജില്ലാ സെക്രട്ടറിയുടെ കസേരയിലിരിക്കുന്നത് സ്പിരിറ്റ് കച്ചവടക്കാരനെന്ന് P.K. ശശി ആഞ്ഞടിച്ചു. നിരവധി പ്രമുഖർ ഇരുന്ന കസേരയിലാണ് ഒരു സ്പിരിറ്റ് കച്ചവടക്കാരൻ ഇരിക്കുന്നത്. നിരവധി സഖാക്കളെ വേട്ടയാടി. കള്ളു കച്ചവടമല്ല, കള്ളിൽ സ്പിരിറ്റ് കലർത്തുന്നതാണ് പ്രശ്നം. കള്ള് വേണമെങ്കിൽ കച്ചവടം ചെയ്തോട്ടെ, കള്ളിൽ സ്പിരിറ്റ് കലക്കി കച്ചവടം ചെയ്യരുത്. ഈ ലോകത്ത് ഇങ്ങനെയൊരു ജില്ലാ സെക്രട്ടറി ഉണ്ടായിട്ടില്ല. രണ്ടുപേരെ ലോകത്തിൽ കണ്ടാൽ അവരെ തമ്മിൽ തിരിക്കും. എല്ലാ ഏരിയ കമ്മിറ്റിയിലും പങ്കെടുത്ത് പ്രശ്നമുണ്ടാക്കും. EN സുരേഷ് ബാബുവിനെ കൊണ്ട് രക്ഷയില്ലാതെ മറ്റു പാർട്ടികളിൽ പോയവരുണ്ട്. 5 വർഷം കൊണ്ട് ഇത്രയധികം പേരെ വിരോധികളാക്കിക്കൊണ്ടുള്ള മറ്റൊരു സെക്രട്ടറി ഇല്ല. സുരേഷ് ബാബു നേതൃത്വം കൊടുക്കുന്ന കാലത്തോളം പാർട്ടിക്ക് രക്ഷയില്ലെന്നും EN സുരേഷ് ബാബുവിനെതിരെയുള്ളവരെ മുഴുവൻ ഉൾക്കൊള്ളിക്കാൻ കോട്ട മൈതാനം മതിയാകില്ലെന്നും P.K. ശശി പറഞ്ഞു. കൊടിയേരി സഖാക്കളെ ചേർത്തു നിർത്തിയിരുന്നു എന്നും എന്നാൽ ഇപ്പോൾ പാർട്ടിയിൽ ആ കരുതൽ ഇല്ലെന്നും ശശി പറഞ്ഞു. 1000-ലേറെ പേർ പങ്കെടുത്ത CPM വിമത കൺവെൻഷനിലാണ് ശശിയുടെ കടുത്ത വിമർശനങ്ങൾ ഉണ്ടായത്. ആ പോക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്തസ്സിന് ചേർന്നതല്ല. ഞാൻ ലാഭം വായിക്കണം ഇപ്പൊ ഉദ്ദേശിച്ചിട്ടില്ല. ആത്മാവിന്റെ പറയാം, സുരേഷ് ബാബുവിന്റെ ലാഭം വായിക്കാണെന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അഥവാ ലാഭം വായിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന പലരും തലകറക്കി താഴെ പോയി. അത് കേൾക്കാനുള്ള കരുത്തിൽ അയാൾ പറഞ്ഞാൽ കേട്ടോ. കാരണം കാട്ടുകൂത്തിന്റെ കൂട്ടണം കാണാൻ കൂട്ടണം മനസ്സിലായില്ല. കാട്ടുതോതിന്റെ കാണാവുന്നതിന്റെ തോഴി കൂട്ടിയല്ല. അപ്പൊ അയാൾക്ക് കേട്ടാലും അയാൾക്ക് ബോധപ്പെടുന്നു. 5 കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച് 5 കൊല്ലക്കാരെ കൊണ്ട് അനേകായിരങ്ങളെ വിരോധികളാക്കി, ഇത്രയധികം വിരോധികളാക്കി മാറ്റിയ ഒരു സെക്രട്ടറി ഈ ദുര്യാവ് ഈ ഭൂമി മലയാളത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. സുരേഷ് ബാബുവിനെ പോലെ ആ വിരോധമുള്ള മുഴുവൻ ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കൺവെൻഷൻ അല്ല ഇത്. അങ്ങനെ ഒരു കൺവെൻഷൻ ഞങ്ങൾ ചേർത്താൽ ആ കൺവെൻഷൻ നടത്താൻ പാലക്കാട് വലിയ കോട്ട മൈതാനി പോലും തികയില്ല എന്ന വിവരം